ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു പ്രദീപ് എന്നാണ്. അപ്പം ഞാനിപ്പോൾ ഒത്തിരി നാളുണ്ട് ഒരു വ്ളോഗ് തുടങ്ങണം. ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പം കുറേ ഷോർട്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഒരു വ്ളോഗ് തുടങ്ങണം. ഇതിനെക്കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ല, പക്ഷേ ഒരാഗ്രഹം. അപ്പം ഒന്ന് തുടങ്ങണം, ഇങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോ ഒന്ന് ഇടണമെന്നൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാൾ ഞാൻ അതിൻ്റെ പുറകെ നടന്നു. അപ്പോൾ ഭയങ്കര ചമ്പലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ക്യാമറയുടെ മുന്നിൽ പറയാനൊക്കെ. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ച് അങ്ങ് തുടങ്ങി. ഇതിനെപ്പറ്റി വലിയ പിടുത്തമൊന്നുമില്ല, എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 6 മണി കഴിഞ്ഞു, 6:10 6:10 സമയം. അപ്പം ഇന്നോട്ട് നമ്മൾ പതുക്കെ ഒരു ചെറിയ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ വലിയതായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന ഗൾഫിലാണ്. അപ്പോൾ ഗൾഫിലെ കുറച്ച് വീഡിയോയും കാര്യങ്ങളും പിന്നെ കുറച്ച് ട്രാവൽ ചെയ്യണമെന്നുണ്ട്. അപ്പം ഇപ്പോൾ നമുക്ക് നമ്മുടെ സാഹചര്യം വെച്ച് പറ്റത്തില്ല. അപ്പം ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങിക്കൊണ്ട് കാലക്രമേണ മുന്നോട്ട് പോകുമ്പോൾ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. പക്ഷേ എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല. പിന്നെ നമ്മളൊരു ശ്രമം നടത്തുന്നു ഇന്ന് മുതൽ. അപ്പം രാവിലെ ഇനിയിപ്പം ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ അതിനെ ഒന്ന് റെഡി ആയിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ ചെറിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ഈ വ്ളോഗ് ഇന്ന് നിർത്താം. തുടക്കമായതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. അപ്പം നമുക്ക് ഒന്ന് തുടങ്ങി നോക്കാം എങ്ങനെ പോകുന്നുള്ളത്. അപ്പം ആദ്യത്തെ വ്ളോഗാകുമ്പോൾ അതിനകത്ത് ഒരുപാട് കുറവുകളുണ്ടാവും. ഇതിനെപ്പറ്റി എനിക്ക് വലിയ ഇവിടുത്തെ എഡിറ്റിങ്ങോ കാര്യങ്ങളൊന്നും പറയത്തക്ക രീതി അറിയത്തുമില്ല. അപ്പം നമുക്കൊരു ചെറിയ ശ്രമം നടത്തി നോക്കാം. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ ഡ്യൂട്ടിക്ക് പോകാനുള്ള റെഡി ആട്ടോ. ഓക്കെ, അങ്ങനെ ഏകദേശം നമ്മുടെ ഒരുക്കമൊക്കെ കഴിഞ്ഞാട്ടോ, റെഡിയായി. ഇനിയിപ്പം എന്താ പറയുന്നത്, ഡ്യൂട്ടിക്ക് പോകണം. ഡ്യൂട്ടിക്ക് പോകാനിപ്പം നമുക്ക് 7 മണിയാകുമ്പോഴത്തേന് പോകണം. ഇപ്പം സമയം 6:45 ആയതേ ഉള്ളൂ. 6:45 ആയപ്പോഴത്തേനുണ്ടല്ലോ ഇവിടുത്തെ ചൂട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇത് കണ്ടോ, 6:45 ആയപ്പോഴത്തേന് ഏകദേശം നല്ല വെയിലായി, നല്ല ചൂടാണ്. ഇഷ്ടം പോലെ പൂച്ചയുണ്ട്. അപ്പം ഇതുണ്ട്, ഈ സമയം ആയപ്പോഴത്തേന് ഇവിടെ ചൂടാണ്. ഇവിടുത്തെ ചൂടിപ്പോൾ ഇനിയിപ്പോൾ ഒരു 4-5 മാസത്തേക്ക് നല്ല ചൂടായിരിക്കും. അപ്പം ഇങ്ങനത്തെ ചൂടിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ സാഹചര്യം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഓക്കെ, അവിടെ ചെന്നിട്ട് സൈറ്റിൽ ചെന്നിട്ട് കാണാം. വലിയ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ എൻ്റെ ഒരു ദിവസം അത്രയൊക്കെ ഉള്ളൂ ഒക്കെ നമുക്ക് നോക്കാം. ഇന്ന് ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിക്കത്തെ കാഴ്ചകളാണ് കേട്ടോ. മൊത്തം പൂഴിമണലിനകത്ത് പൊടിക്കാറ്റാണ്. ഒരു ചെറിയ കാറ്റടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ നമ്മുടെ വർക്ക് ചെയ്യുന്നിടത്ത് വന്നു കേട്ടോ. വർക്ക് ചെയ്യുന്നിടത്ത് ഇവിടെ ഇന്ന് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനുണ്ട്. ഇതല്ല, ഇവിടെ ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം കുറച്ച് പണിയുണ്ട് നമുക്ക്. അപ്പോൾ പിന്നെ ഒരാളെ കൂടെ ഞാൻ കാണിക്കാം. ഇതിപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. Today the English and driving teaching. वो नहीं बोलने का, आपका नाम बोलो. मेरा नाम असलम अंसारी है. मैं बिजली का केयर टेकर हूँ. ये हमारे टेक्नीशियन है प्रदीप कुमार. പുള്ളിക്കാരൻ ജാർഖണ്ഡുകാരനാണ് കേട്ടോ. ഇത് പിന്നെ വേറൊരാളാണ്, റിങ്കു. क्या बोल रहे हैं? ബംഗ്ലാദേശ് आप क्या बोल रहे हैं लाइफ में? हाँ कुछ बोला उसको लाइव बुक कर रहे हैं. അപ്പോൾ രാവിലെ നമ്മൾ ചെറിയ പരിപാടിയിലൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗായിട്ട് കാണാം. വലിയ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിനെപ്പറ്റി വലിയ പിടുത്തമൊന്നുമില്ല. അപ്പം ഓക്കെ, അടുത്ത വ്ളോഗായിട്ട് നമുക്ക് റെഡിയാക്കാം.